തന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ അനുവദിക്കാം. പക്ഷേ താൻ കാരണം ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ഇല്ല സാറേ, എന്റെ മോളുടെ സർജറിക്ക് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം. മോള് പേടിക്കണ്ട, അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണോ? ഒന്നുമില്ല മോളെ, ഡോക്ടർ പറഞ്ഞില്ലേ, ഒരു ചെറിയ സർജറി, അത്രയേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്യുമ്പോ വേദനിക്കും അമ്മേ? ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ ചെറുതായിട്ട്. ആഹാ, ഗൗരിമോള് റെഡിയായോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ? ഒരു 5 മിനിറ്റ്സ് സെഡേഷൻ ആയിക്കോളും. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് മാറ്റാം. ഈശ്വര, എന്റെ മോൾക്കൊന്നും സംഭവിക്കല്ലേ. ആരോഗ്യത്തോടെ അവളെ തിരിച്ചു വരണേ. വിഷമിക്കണ്ട. ഈ മൃത്യുഞ്ജയ അർച്ചനയുടെ പ്രസാദം മോളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്താൽ രോഗശാന്തി ഉണ്ടാവും. ശരി തിരുമേനി. ഒരു മിനിറ്റ്. അർച്ചന, നമ്മുടെ മോള് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല.
അളിയ നിങ്ങൾ വയ്ക്കോ. ഏയ് മോളെ. സച്ചി, ഏയ് അർച്ചന. സാറേ, എന്റെ മോള്. ഏയ്. അർച്ചന. സച്ചി, സച്ചി വന്നേ, വാ 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 സച്ചി, വരാനല്ലേ പറഞ്ഞത്? സാർ, എന്റെ മോള്. അവകാശ തർക്കത്തിനുള്ള സമയമല്ല ഇത്. വെറുതെ ബഹളം വയ്ക്കരുത്. സാറേ, എന്റെ മോള്. അതൊക്കെ നമുക്ക് പിന്നീട് തെളിയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പോ അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. സച്ചി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളെ കാണാൻ വന്നു, അവളെ നെറ്റിയിൽ പ്രസാദം ചാർത്തി, അത്രയും മതി. ഇനി അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇപ്പൊ ഗൗരിമോളുടെ അച്ഛനും അമ്മയും എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ദേവിയത് സച്ചി അവരുടെ ഇടയിലേക്ക് വരരുത്. ഇല്ല സാറേ, സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. സർജറി കഴിഞ്ഞ് എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനിപ്പോ സാർ പറഞ്ഞതുപോലെ ഓരോ അവകാശത്തിനും തർക്കത്തിനും വരുന്നില്ല. പക്ഷേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് സാർ വിചാരിക്കണ്ട. തന്നെ ഇവിടെ തൂക്കിയെടുത്തോണ്ട് അറിഞ്ഞൂടാത്തുണ്ടല്ല. പക്ഷേ ഇതൊരു ഹോസ്പിറ്റലായി പോയി. തന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ അനുവദിക്കാം. പക്ഷേ താൻ കാരണം ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ഇല്ല സാറേ, എന്റെ മോളുടെ സർജറിക്ക് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ നിന്നോളാം. സാറ് അതിനുള്ള അനുവാദം തന്നാ മതി. പ്ലീസ് സാർ. തൽക്കാലം അയാൾ ഇവിടെ നിന്നോട്ടെ. ഒരു പ്രശ്നം ഉണ്ടാവും, ഞാൻ നോക്കിക്കോളാം.